ഈശോ മിശിഹായെ സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാത്തലിക് മിററിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് ഞങ്ങൾ വന്നിരിക്കുകയാണ്. വളരെ സ്നേഹത്തോടെ ഈ ശുശ്രൂഷയിലേക്ക് പ്രിയപ്പെട്ട മാറ്റുന്നതും ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഓരോ പ്രാവശ്യം നമ്മൾ പുതിയ വിഷയങ്ങളുമായിട്ടാണ് വരുന്നത്. ഇന്നൊരു പുതിയ വിഷയമുണ്ട്. മാറ്റുന്നതോട് കുറിച്ച് പറയും. ഇതുവരെ സഭയിൽ നിന്ന് വിശ്വാസികളായ അനേകരിലും ഭക്തി, അതായത് എല്ലാവരും നല്ല ഭക്തരാണ്. ഭക്തിയുടെ പ്രകടനങ്ങൾ ഇപ്പോൾ പ്രാർത്ഥനകളിലാകട്ടെ കൗതാശിക ജീവിതങ്ങളിലാകട്ടെ പങ്കെടുക്കുന്നതൊക്കെ കാണാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഭക്തി മാത്രം മതിയോ, അല്ലെങ്കിൽ ആ ഭക്തി എതിലേക്ക് വളരണം എന്നൊന്ന് വിശദീകരിക്കാം. ഈ ചോദ്യം ചോദിച്ചപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പ്രസംഗമധ്യേ വൈദികൻ കുർബാനയ്ക്കിടയിലുള്ള പ്രസംഗമധ്യയിൽ വൈദികൻ പറഞ്ഞ ഒരു ചെറിയ ഉദാഹരണം എൻ്റെ മനസ്സിലേക്ക് വരുന്നു. അത് വളരെ ഈ ഒരു വിഷയത്തിനെ പറ്റി ഉത്തരവായിട്ട് എനിക്കൊന്ന് ഫീൽ ചെയ്തു. അപ്പം അദ്ദേഹം പറയുകയാണ്, ഒരു ആശാരിയുടെ അടുത്ത് ഒരാൾ ശിഷ്യത്വം സ്വീകരിക്കുമ്പോൾ ചെല്ലുകയാണ്. ഇയാൾക്ക് ആശാരിയാകാം. അപ്പോൾ ഇയാൾ ചെല്ലുമ്പോൾ ഈ ആശാരി വളരെ നന്നായിട്ട് പണിയുന്നു, നല്ല വൈഭവത്തിൽ പണിയുന്നു. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ആശാരിയെ നോക്കി വിസ്മയത്തോടെ നിൽക്കുകയാണ്. അപ്പോൾ ആശാരിയുടെ ഓരോ പണിയും കാണുമ്പോൾ ഇദ്ദേഹത്തിന് ബഹുമാനം കൂടുന്നു, വിസ്മയം കൂടുന്നു, ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പം ഇടയ്ക്ക് വളരെ ഭക്തിപൂർവ്വം, വളരെ ബഹുമാനപൂർവ്വം, ആദരവോടെ ഇങ്ങനെ പെരുമാറുന്നു, സംസാരിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇദ്ദേഹം വന്നിരിക്കുന്നത് ഈ ആശാരിയെ നോക്കി വിസ്മയിക്കാൻ വേണ്ടിയല്ല. വിസ്മയിക്കുന്ന നല്ല കാര്യമാണ്. എന്നിട്ട് ആ വിസ്മയജനമായ കാര്യങ്ങൾ ഇദ്ദേഹം പരിശീലിക്കാൻ വേണ്ടി വന്നതാണ്. എന്നിട്ട് ഈ കഥ പറഞ്ഞ വൈദ്യം പറയുകയാണ്, ഇന്ന് പലപ്പോഴും നമ്മുടെ ആധ്യാത്മികത ഇതുപോലെ ദൈവത്തെക്കുറിച്ച്, ദൈവീക കാര്യങ്ങളെക്കുറിച്ചൊക്കെ കേൾക്കുന്നതിലും അറിയുന്നതിലും അതിൽ വിസ്മയിച്ച് നിന്ന് അതിൽ ഭക്തി പൂണ്ടു നിൽക്കുന്നതിലേക്ക് വേണ്ടി ചുരുങ്ങുകയാണ്. ഇവിടെ ഈ വന്ന ചെറുപ്പക്കാർ, അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി വന്നയാൾ ആശാരിപ്പണി പഠിക്കാൻ വേണ്ടി വന്നതാണ്. അത് പഠിക്കുന്നില്ല, ഇങ്ങനെ ആശാരിയെ നോക്കി ഭക്തി കാണിച്ച് കടന്നു പോവുകയാണ്. എന്നിട്ട് അച്ഛൻ പറയുകയായിരുന്നു, നമ്മളിതുപോലെ ഈശോ അടുത്തേക്ക് ചെല്ലുന്നു, ഭക്തിയിൽ എങ്ങനെ കുടുങ്ങി നിന്നിട്ട് ശിഷ്യത്വത്തിലേക്ക് വളരുന്നില്ല. അപ്പം മറ്റൊരു ചോദിച്ചതിൻ്റെ ഉത്തരവായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്, ഭക്തി ഒന്നിലേക്കുള്ളൊരു വഴിയാണ്, ശിഷ്യത്വത്തിലേക്കുള്ള വഴിയാണ്. ഉദാഹരണം എന്താണ്? ഈശോ ആശാരിയാണ്. ഇപ്പോഴാണ് എനിക്കത് ഫീൽ ചെയ്തത്. അത് നമ്മളെ ഈ ഉദാഹരണം വളരെ നല്ല ഉദാഹരണമാണ്. ആശാരിയായ ഈശോ അടുത്തേക്ക് നമ്മൾ ചെല്ലുന്നത് ഈശോയെ നോക്കി ഇങ്ങനെ വിസ്മയിച്ച് നിൽക്കാൻ വേണ്ടിയല്ല, ഈശോയെ ആശാരിപ്പണി പഠിക്കാൻ വേണ്ടിയാണ്. ആ ഒരു ശിഷ്യത്വം പരിശീലിക്കുന്നില്ല. അത് ഈശോ പറഞ്ഞു തരുന്ന ഒരു വചനമുണ്ട്. ഒരു കാര്യം ചോദിച്ചിട്ടായിരുന്നു, അതായത് ഈ ദൈവം സർവശക്തനായവൻ, പരിശുദ്ധനായവൻ, അത്രമാത്രം വലിയ, നമുക്കറിയാം പഴയ നിയമത്തിൽ മോശയുടെ കൂടെ ജനമൊക്കെ ഭയപ്പെടാൻ തക്ക വിധം അത്ര വലിയവനായ മഹത്വവാനായ ദൈവമായതുകൊണ്ട് തന്നെയാണ് ഈ ഭയഭക്തി. അത് വേണം താനും. എന്നാൽ നേരത്തെ കാണുന്ന ഭയഭക്തി മാത്രം നിന്നു പോകുന്നതാണ് നമുക്കുള്ള. അതെ, തീർച്ചയായിട്ടും ദൈവഭയം എന്നുള്ള ഒരു പുണ്യം, അതൊരു ദൈവിക ദാനവും ഒക്കെയാണ് നമുക്കറിയാം. അതിൽ നിന്നാണ് രണ്ടാമത്തേലേക്ക് നമ്മൾ വരുന്നത്. ഒരു മൊട്ട് പൂവായിട്ട് വരുന്നത് പോലെയാണ് ഭക്തി ക്രമേണ ഒരു ആധ്യാത്മികമായിട്ട് വളരേണ്ടത്. അത് ഈശോ പറയുന്നൊരു വചനമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7:21. കർത്താവേ കർത്താവേ എന്ന് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, സ്വർഗസ്ഥനായ പിതാവിന് ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്. അപ്പോൾ കർത്താവേ കർത്താവേ എന്ന് വിളിച്ചതല്ല തെറ്റ്, അത് ഭക്തിയാണ്, അത് ആവശ്യമുണ്ട്. നമ്മളിപ്പോൾ ഈശോയെ നമുക്കറിയാം, ഇപ്പോൾ ഈ കാലഘട്ടങ്ങളിലൊക്കെ കർത്താവേ കർത്താവേ ഈശോ ഈശോ എന്നുള്ളൊരു പ്രയോഗം സർവ്വസാധാരണമായിട്ടുണ്ട്. പക്ഷെ അത് ഒന്നിലേക്കുള്ള ഒരു ആദ്യ സ്റ്റെപ്പാണ്. അപ്പോൾ ദൈവത്തിന് ഇഷ്ടമായ ദൈവവചനം ജീവിക്കുന്നതിലേക്ക് നമ്മൾ വളരുന്നില്ല എന്നതാണ് ഏറ്റവും ദൗർഭാഗ്യം എന്നൊരു കാര്യം. അത് ദൈവത്തോട് അങ്ങോട്ട് പറയുന്നതിനേക്കാൾ അതിനോടൊപ്പം ഇങ്ങോട്ട് കേൾക്കുന്നതിലേക്കും അനുസരിക്കുന്നതിലേക്ക് നമ്മൾ വരുന്നില്ല. എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈശോ ആ വചനഭാഗത്ത് പറയുന്നത് മത്തായി 7:22 തുറന്ന് പറയുന്നത് പോലെ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന ഒരു ഭയപ്പെടുത്തുന്ന ഒരു വാക്ക് നമ്മൾ കേൾക്കേണ്ടി വരുന്ന ദുരവസ്ഥയാണ്. അനേക വർഷക്കാലങ്ങൾ നമ്മൾ ഈശോയുടെ ജീവിക്കുന്നു, പക്ഷേ നമുക്ക് നിത്യജീവിതം ഈശോ കൂടെ ഇല്ല. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എനിക്കൊരു ചിന്ത ഒരു പങ്കുവയ്ക്കാനുള്ളത്, ഈ ഒരു ദൈവശാസ്ത്രജ്ഞനായ വൈദികൻ്റെ പുസ്തകത്തിൽ ഞാൻ വായിക്കേണ്ട ഏതാണ്.
അതിനെ കാര്യമായിട്ട് സ്വാധീനിച്ചു. ഒരു മതത്തെ, ക്രിസ്തുമതം മാത്രമല്ല ഏതൊരു മതത്തെയും അത് മതമായിട്ട് നിലനിർത്താൻ വേണ്ടി 3 ഘടകങ്ങൾ ആവശ്യമുണ്ട്. അദ്ദേഹം പറയുകയാണ്. ഒന്നൊരു അനുഷ്ഠാന ഭാഗം ആവശ്യമുണ്ട്. അനുഷ്ഠാനത്തിൻ്റെ നമ്മളെന്തെങ്കിലും ഇങ്ങനെ ഉദാഹരണം പറഞ്ഞാൽ കൂദാശകൾ, അല്ലെങ്കിൽ കന്യാമറിയത്തുള്ള ജപമാല ഭക്തികൃത്യങ്ങൾ, നൊവേനകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ആവശ്യമുണ്ട്. ഭക്താഭ്യാസങ്ങൾ, ഭക്താനുഷ്ഠാനങ്ങളൊക്കെ. മറ്റു മതങ്ങളിലും അതിൻ്റെതായ രീതിയിൽ അനുഷ്ഠാനങ്ങളുണ്ട്. രണ്ടാമതായിട്ട് ഓരോ മതത്തിനും അതിൻ്റെതായ വിശ്വാസങ്ങളുണ്ട്. സത്യങ്ങൾ ഞാൻ പറഞ്ഞില്ല, വിശ്വാസങ്ങളുണ്ട്. എല്ലാ മതങ്ങൾക്കും അവരുടേതായ വിശ്വാസം, പ്രത്യേക വിശ്വാസങ്ങളുണ്ട്. മൂന്നാമതായിട്ട് ഓരോ മതത്തിനും അതിൻ്റെ ധാർമ്മികത അല്ലെങ്കിൽ ആധ്യാത്മികതയുണ്ട്. അപ്പം അനുഷ്ഠാനങ്ങൾ, വിശ്വാസം, ആധ്യാത്മികത അല്ലെങ്കിൽ ധാർമ്മികത. മിക്കവാറും മതങ്ങളിൽ ഭൂരിഭാഗം വിശ്വാസികളും നിന്നു പോകുന്ന വഴി അറിയാമോ? ഒന്നാമത്തെ അനുഷ്ഠാനങ്ങളിലാണ്. അതെന്നു പറഞ്ഞാൽ ഭക്തി. അനുഷ്ഠാനങ്ങൾ നിൽക്കുന്നതല്ലാതെ ആ വിശ്വാസം, ആ മതം നൽകുന്ന ആ വിശ്വാസം ഉൾക്കൊള്ളുന്നതിനോ ആ വിശ്വാസത്തിന് അനുസൃതമായ രീതിയിലുള്ള ആധ്യാത്മിക പരിശീലിക്കുന്നതിലേക്ക് വരുന്നില്ല. നമുക്ക് മറ്റേ മതങ്ങളെ വിട്ടേക്കാം. ക്രൈസ്തവ വിശ്വാസത്തിൽ നമുക്ക് പരിശുദ്ധ കുർബാനയോടുള്ള ഭക്തി, പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിലൊക്കെ നമ്മുടെ ജ്ഞാനങ്ങൾ വഴിയായിട്ട് കുർബാനയുടെ ഭക്തി വളരുന്നു, ഉദാശകളെല്ലാം സജീവമാകുന്നു, മാതാവിനുള്ള ഭക്തി വളരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സത്യവിശ്വാസം എത്ര പേർക്ക് അറിയാമെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും മനസ്സാണെന്ന് പറയാനുള്ളൂ? അല്ലേ? വളരെ നിർഭാഗ്യകരമായ കാര്യമാണ്. ഒരു കത്തോലിക്കാ സഭയിലാണെങ്കിലും തിരുസഭ എന്താണെന്ന് അറിഞ്ഞുകൂടാ, തിരുസഭയോട് സ്നേഹമില്ല, തിരുസഭയുടെ സത്യവിശ്വാസങ്ങളെ കുറിച്ച് യാതൊരു ധാരണയില്ല. അത് ധ്യാന സമയങ്ങളൊക്കെ ആണെങ്കിൽ പോലും പലപ്പോഴും അത് പങ്കുവയ്ക്കപ്പെടുന്നതായിട്ട് കാണുന്നില്ല. അപ്പോൾ വിശ്വാസികൾക്ക് സത്യവിശ്വാസം എന്താണെന്ന് അറിവില്ലാതെ അനുഷ്ഠാനങ്ങളിൽ തന്നെ പ്രശ്നം പോകുന്നു. മൂന്നാമത് ആധ്യാത്മികത. ആധ്യാത്മികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തോലിക്ക വിശ്വാസത്തിൽ ഈശോയുടെ ആ വചനങ്ങൾ ജീവിച്ചുകൊണ്ട് എത്തിച്ചേരുന്ന സ്നേഹജീവിതമാണ്, സ്നേഹമാണ്, സ്നേഹത്തിൻ്റെ പൂർണ്ണതയാണ്. ഈശോയുള്ള സ്നേഹത്തെ പ്രതി സഹോദരങ്ങളുള്ള സ്നേഹത്തിൻ്റെ പൂർണ്ണതയാണ് ആധ്യാത്മികത. അപ്പം ഇവിടെ തന്നെ നമുക്ക് ശ്രദ്ധിക്കാവുന്നേ ഉള്ളൂ, ഞാനിപ്പോൾ ശിഷ്യത്വത്തിലാണോ അതോ ഭക്തിയിലാണോ? നമ്മൾ ഭക്തിയിലാണ് എങ്കിൽ നമ്മുടെ ശ്രദ്ധ മിക്കവാറും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് വേണം, അത്യാവശ്യമാണ്. ഉദാശകളെല്ലാം നമുക്ക് അത്യാവശ്യമാണ്. പക്ഷേ അതിൽ തന്നെ നിലകൊണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സത്യവിശ്വാസത്തിലേക്കും വിശ്വാസ സത്യങ്ങൾ വിശ്വസിക്കുന്നതിലേക്കും തെറ്റുകൂടാതെയും കുറവുകൂടാതെ വിശ്വസിക്കുന്നതിലേക്കും അതിൻ്റെ ഫലമായി സ്നേഹാധ്യാത്മം ജീവിക്കുന്നതിലേക്കും വന്നിരുന്നുണ്ടെങ്കിൽ നമ്മൾ ആ പാടെ നമ്മുടെ ജീവിതം നഷ്ടമാകും, ആയിത്തീരും. ആത്മനിഷ്ഠത നഷ്ടമാകും. ഭൗതികമായ അനുഗ്രഹങ്ങൾ നമുക്ക് സ്വീകരിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഈ ഒരു ഷെയറിങ്ങിലൂടെ ഞങ്ങൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, പ്രത്യേകിച്ച് ശുശ്രൂഷകർ ആയിട്ടുള്ളവർ ശ്രദ്ധിക്കണം. ഈ വീഡിയോ കേൾക്കുന്നവർ ദയവായി നിങ്ങൾക്ക് പരിചയമുള്ള ശുശ്രൂഷകരുണ്ടെങ്കിൽ അവർക്കൊന്ന് അയച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ഒരുപക്ഷെ അവർക്ക് ഈ ഒരു കാര്യം അത്ര ബോധ്യമായിട്ടില്ലെങ്കിൽ ഭക്തിയിലേക്ക് മാത്രം വളർത്തിയാൽ പോരാ, പരിശുദ്ധ കത്തോലിക്കാ സഭയെ സ്നേഹിക്കുന്നതിലേക്കും സഭയുടെ സത്യവിശ്വാസങ്ങൾ പഠിപ്പിക്കുന്നതിലേക്കും നീങ്ങണം. അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത ഘട്ടമായ സ്നേഹ ആധ്യാത്മികത പ്രഘോഷിക്കുന്നതിലേക്കും ജീവിക്കുന്നതിലേക്കും കൂടി വിശ്വാസത്തെ പരിശീലിപ്പിച്ചാൽ മാത്രമേ ഈ ഒന്നാം ഭാഗത്തെ ആ ഭക്തി കൊണ്ട് വിശ്വാസികൾക്ക് ഫലമുണ്ടാകുകയുള്ളൂ. അത് വിശ്വാസികൾക്കും വളരെ ഗൗരവപൂർവ്വം ഈ കാര്യം സ്വീകരിക്കാം. ഇതാണ് ഈ വിഷയ സംബന്ധമായിട്ടെന്ന് പറയാൻ വേണ്ടിയുള്ളത്. ഈ ചോദ്യത്തിന് ഉത്തരം വളരെ കൃത്യമായി ക്ലാരിറ്റിയോടുകൂടി ബ്രദർ പറഞ്ഞിട്ടുള്ളത് വിശ്വാസികൾ മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു. ഉത്തരം ശരിയാകുന്നത് നമുക്ക് അടുത്ത എപ്പിസോഡ് അല്ലേ? ഓക്കെ, ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കാവേ. കർത്താവായ ഈശോയെ, ഏക ഗുരുവായ അങ്ങയുടെ ശിഷ്യരായി തിരഞ്ഞെടുക്കപ്പെട്ടവരാണല്ലോ ക്രൈസ്തവരായ കത്തോലിക്ക വിശ്വാസികളായ ഞങ്ങൾ. അങ്ങയോടുള്ള ഭക്തിയോടെ അങ്ങയോടടുത്ത് അങ്ങയുടെ വചനങ്ങൾ ജീവിച്ച് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരണമെന്നാണല്ലോ അങ്ങ് ആഗ്രഹിക്കുന്നത്. കർത്താവെ, ഭക്തി മാത്ര നാമമാത്ര ക്രിസ്ത്യാനികളാണ് ജീവിക്കാതെ, നാമമാത്ര കത്തോലിക്കരായിട്ട് ജീവിക്കാതെ, ദൈവത്തിനനുസരിച്ച് പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സത്യവിശ്വാസങ്ങൾ വിശ്വസിച്ച് സ്നേഹപൂർണ്ണതയിലേക്ക് വളർന്ന്
ഞങ്ങളുടെ ഈ ലോക ജീവിതം നിത്യതയിലെത്തിക്കുവാൻ, നിത്യജീവനിലെത്തിക്കുവാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ, ഞങ്ങളെ പ്രചോദിപ്പിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വരനിലേക്ക് ആമേൻ. ശംശയായി.